വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ്. നമ്മളുടെ വീടുകളിൽ പല വിധത്തിലുള്ള ഫോട്ടോസും നമ്മൾ വയ്ക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ശരിയായിട്ടുള്ള രീതി, ഏതൊക്കെ ഫോട്ടോസ് വയ്ക്കാം, ഏതൊക്കെ ഫോട്ടോസ് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളതിന് പല വിധത്തിലുള്ള കാര്യങ്ങളും പറയലും എടുക്കലൊക്കെ ഉണ്ട്. ആളുകൾ പലത് പറയുന്നു, പലത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്നാൽ ഇതിന് ചില ഫോട്ടോസ് വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത്, എന്നാൽ അതിന് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത് എവിടെയാണ് വെക്കേണ്ടത്, അതെങ്ങനെയുള്ളവരാണ് വെക്കേണ്ടത്, അതിൻ്റെ അനുഷ്ഠാന കലകൾ ഏതൊക്കെയാണ്, ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. പല ഫോട്ടോസും വയ്ക്കാൻ പാടില്ല എന്നാണ് പൊതുവിലുള്ള ആചാരമതം. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാവിൽ രക്തതുള്ളികളുമായി നിൽക്കുന്ന, ദാരികൻ്റെ ശിരസറുത്ത് താണ്ഡവമാടി വലിയ കോപത്തോടു കൂടി നിൽക്കുന്ന കാളിയുടെ ഫോട്ടോ. ഇനി അതേപോലെ രുദ്രതാണ്ഡവമാടി നിൽക്കുന്ന മഹാദേവൻ്റെ ഫോട്ടോ, അതേപോലെ ശൃംഗരി ദേവിയുടെ ഫോട്ടോ, അതേപോലെ നരസിംഹമൂർത്തിയുടെ ഫോട്ടോ, അതേപോലെ തന്നെ കാളിയാമർദ്ദനം നടത്തുന്ന കൃഷ്ണൻ്റെ ഫോട്ടോ ഇത്യാദി ഫോട്ടോ ഒക്കെ പൊതുവിൽ നമ്മൾ പറയുന്ന കാര്യം വീട്ടിൽ വയ്ക്കാൻ പാടില്ല, അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എങ്കിൽ ഈ ഫോട്ടോയെല്ലാം നമുക്ക് വളരെ ഗുണത്തിൽ ചില കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഫോട്ടോസാണ്. അത് കാണുമ്പോൾ നമ്മളുടെ ശരീരത്ത് അതിന് ചില എനർജികൾ രൂപം ഉണ്ടാവുകയും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയും ചെയ്യും. പക്ഷേ ഈ ഫോട്ടോസ് എല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ഒന്നും മാറ്റവും വേണ്ട, ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കട്ടെ. അതിന് നമുക്ക് പരിഹാരം വേണമല്ലോ. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്ത് നോക്കൂ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ഒരൊറ്റ കാര്യം മാത്രം ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ഈ ഫോട്ടോസിൻ്റെ അടുത്തെല്ലാം ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ നിങ്ങളൊന്ന് വെച്ച് നോക്കുക. പ്രത്യേകിച്ചും അത് ഭക്ഷണം കഴിക്കുന്ന, വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്ന, മുഖത്തെല്ലാം വെണ്ണയായിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ എന്ന് വെച്ച് നോക്കൂ. ഫലം ഭയങ്കരമായ വ്യത്യാസമായിരിക്കും. നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധിയായിരിക്കും ഫലം, അതിലൊരു സംശയവുമില്ല. ആരും ഈ ഫോട്ടോസൊന്നും മാറ്റണ്ട, പകരം ഉണ്ണിക്കണ്ണനെ തൊട്ടടുത്ത് വെച്ച് നോക്കൂ, ആ ഫലം തിരിച്ചറിയൂ. നമോ നമഃ ശിവായ.